അച്ഛന് വെടിയെടുത്തു തരുമെന്നൊക്കെ പറയരുത്. ഈ വീണ് പോയ വെടിയില്ലേ കുത്തുന്നത്, 80 വയസ്സായില്ലേ, ഇത് എടുത്തു തരാനാ പറയുന്നത്. മൂത്ത ആളോട് പറഞ്ഞാലോ അപ്പോ അച്ഛന് വെടിയെടുത്തു തരും എന്ന് പറയുമ്പോൾ അപ്പോ എന്താ പറയാ, അച്ഛൻ ഞാൻ മിക്കവാറും വെടിയെടുത്ത് തരും എന്നാണെന്ന് പറയും. ഈ ഭാവം മാറുന്നതുകൊണ്ട് ഈ ഇളയ കുട്ടിയോട് സ്നേഹം തോന്നി നാരായണ ഊണ് കഴിച്ചോ, നാരായണൻ ഊണ് കഴിച്ചിട്ട് എനിക്ക് വേണ്ടു, നാരായണൻ അച്ഛൻ്റെ അടുത്ത് ഇരിക്കൂ, നാരായണ നേരത്തെ ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് സഹസ്രനാമം പോലും നല്ല കേട്ടോ, എത്രയാ നാരായണ എന്ന് വിളിക്കാൻ ഇടവന്നാണ്. ഇതിന്റെ ഗുണമൊക്കെ കിട്ടില്ലേ? കിട്ടി. അന്ത്യ നിമിഷമായി വയ്യാത്ത കാലം വന്ന് കിടപ്പുണ്ടത്രേ. നാട്ടുകാർ വീട്ടുകാർ കൂട്ടുകാരൊക്കെയും വിട്ടുപിരിയുന്നൊരാ ദുഃഖവേളയിൽ നാവ് കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടേണമേ നാരായണ ഹരേ. തെല്ലുമേ മേധസ്സും മാംസവുമില്ലാതെ കണ്ടാലൊരു തനി പ്രേതം കണക്കവേ നീണ്ടു നിവർന്നു കിടക്കുന്ന വേളയിൽ നാവ് കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടണമേ നാരായണ ഹരേ. അന്ത്യനിമിഷം വയ്യാതെ കിടക്കുന്ന സമയം, സകലരും ഉപേക്ഷിക്കുന്ന ഒരു ഘട്ടം, അന്തകൻ കാലപാശത്താൽ ബന്ധിക്കുന്ന ഘട്ടം. ആ വയ്യാത്ത ഘട്ടത്തിൽ അങ്ങനെ കിടക്കുന്ന സമയത്ത് 3 പേര് പെട്ടെന്ന് അവിടെ വന്നു. ആരാണ് അവർ 3 പേര്? 3 പേര് വന്നാൽ ശ്രദ്ധിക്കണം കേട്ടോ. 4 പേര് വന്നപ്പോൾ 3 പേര് വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ആരൊക്കെയാണ്? യമദൂതന്മാരാണ്. അവർ 3ആയിട്ട് വരുന്നു. വക്രതുണ്ടൻ ഊർദ്ധരോമൊക്കെ ആയിട്ട് കത്തിജ്വലിക്കുന്ന കണ്ണും ദംഷ്ട